സൈമൺ സാറിനെ വിളിച്ചാൽ കിട്ടുമോ? ഡിയോജി ഉണ്ട്, ഡിയോജി ഒന്ന് വിളിക്കട്ടെ, ഒരു മിനിറ്റ്. ഡിയോജി വിളിച്ചാൽ എടുക്കുമോ നോക്കട്ടെ. ഡിയോജിനെ വിളിക്കട്ടെ എന്ന്. നമ്പർ എവിടെയാണ്? സർവീസസ് അല്ലേ എവിടെ? സർവീസസ്. ഇത് ഇനി ഇത് മറ്റേ നമ്മുടെ എവന്റെ ആണോ, അലക്സിന്റെ ആണോ കാണിക്കുന്നത്? അല്ലല്ല എഡ്ഡി അല്ലല്ല, മറ്റേ എനിക്ക് മറ്റേ റോളില്ല, അത് അവർക്ക് ആക്റ്റീവ് കാണിക്കത്തുള്ളൂ. You have reached an automated voice. എന്റെ മുടി വ്യത്യാസം. ഹലോ ഹലോ ഹലോ, ഇത് ഡിയോജി അല്ലേ? അതെ ഡിയോജി ആണ്. ഡിയോജിയിൽ ആരാണ്? ഞാൻ മജിസ്ട്രേറ്റ് ആണ്. മജിസ്ട്രേറ്റ് ആണോ സാറേ? ഞാൻ ചന്ദ്രനാണേ. പറയൂ ചന്ദ്രൻ. ഹാജരാവാൻ പറഞ്ഞില്ലായിരുന്നോ? പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹാജരാവാൻ എനിക്ക് ഇച്ചിരി അസൗകര്യം ഉണ്ടായിരുന്നേ. അപ്പോ ഞാൻ എങ്ങനെ പോയി ഒരു മാസം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ? ഞാൻ ഓൾറെഡി നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരു മീറ്റിംഗ് വിളിച്ചിട്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ജുഗ്രു ആഷ്ബ്രൂട്ടൽ, ഈ രണ്ടുപേർക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. താങ്കളെ ആൾജാമ്യത്തിന് ഇറക്കിയത് ജോക്കർ ആൻഡ് ജോണിയാണ്. അപ്പം ജോക്കർ ഓൾറെഡി ക്യാമ്പയിൻസ് ഇവിടെ നടത്തുന്നുണ്ട് ഇലക്ഷന് വേണ്ടിയിട്ടുള്ളത്. അത് ഞാൻ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരന് ഇലക്ഷൻ പാർട്ടിസിപ്പേഷനോ ഇലക്ഷൻ ക്യാമ്പയിൻ പാർട്ടിസിപ്പേഷനോ ഇനി ഡിഒജെയുടെ സാങ്ഷൻ ഇല്ലാതെ നടത്താൻ പറ്റത്തില്ല. അതാണ് ഞാൻ ആലോചിക്കുന്നത് സാറേ. നിങ്ങള് സാങ്ഷൻ ചെയ്യത്തില്ല? അപ്പൊ അത് അവർക്ക് ഇതിന്ന് അവര് ജാമ്യല്ലേ സാർ ഇരുന്നത്? അവരിതിൽ നിന്ന് മാറ്റിക്കൂടെ? പറ്റത്തില്ല, അവരാണ് ആൾജാമ്യം നിന്നത്. സോ താങ്കൾ ഹാജരായില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് കോൺസിക്വൻസസ് വരും എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതപ്പോ സാറിപ്പോ എവിടെ ഉണ്ട്? ഒന്ന് ഞാൻ കാണാൻ പറ്റുമോ? ഞാൻ ഇന്നാണ് എനിക്ക് ഫ്ലൈറ്റ്. ഇന്നപ്പോ സാറിനെ കണ്ടു പോരുന്ന. ഓക്കെ, വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ശരി സാർ, എന്നാ അങ്ങോട്ട്. അതാര്? അത് ബ്രാവോക്ക് ഇടക്കിടക്ക് ഇളകും. അതെ, 1 2 3 വാ, പീഡി വരെ പോ, ഡിയോജി വരെ പോവാ. ചാക്കോ അവനെ കൊണ്ടും എടുത്തോണ്ട് വന്നാ മതി. അതൊക്കെ മറ്റേ അന്നത്തെ ഇതാടാ, അന്നത്തെ ആ റേഡിയോ അല്ലേ ഇത്? ഹലോ സാറാണോ? മജിസ്ട്രേറ്റ് ആണോ സാർ? ഞാൻ അപ്പൊ ഹാജരായി, ഇനി ഞാൻ പൊക്കോട്ടെ? എന്ത് പ്രൊസീജിയർ സാറേ? എന്ത് പ്രൊസീജിയർ സാർ? ഇപ്പോൾ ചന്ദ്രന്റെ പേരിലുള്ള അലിഗേഷൻസിന്റെ ബാക്കി പ്രൊസീഡിങ്സ് നടത്തണ്ടേ? അതൊക്കെ എന്താണ് സാറേ? അല്ല അതൊക്കെ ഇപ്പം ആൾക്കാർ വരും. ആരാ വരുന്നേ? പിടി ഇല്ലല്ലോ. പിടി ആരെ കണ്ടില്ല സാറേ സിറ്റിയില്. എല്ലാരും ലീവ് സംസാരിക്കലടാ. എല്ലാരും ലീവാന്നാണല്ലോ അറിഞ്ഞേ. ഇല്ല ഇപ്പൊ വരും. ഞാൻ ഓൾറെഡി ഇൻഫർമേഷൻ പാസ് ചെയ്തു. സാറേ എനിക്ക് അതിന് മുന്നേ പോണം. I won't take your much time.
അകത്തോട്ട് പോ. അല്ല സാറേ ഞാൻ അതല്ല സാറേ സംസാരിക്കാം നമുക്ക്. സാറേ പോലെ എനിക്കിപ്പോ പോണമായിരുന്നു. അതാ ചന്ദ്ര പറഞ്ഞത്, കോർട്ടിന് ഒരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ ഫോളോ ചെയ്ത് മാത്രമേ നമുക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ആഹാ, എനിക്ക് ചെറിയൊരു പ്രൊസീജിയർ ഉണ്ടായിരുന്നു. അത് പീടി വന്നായിരുന്നോ? ഹായ് പീടി. ഹായ്. നല്ല കാർ അതെ അതെ നല്ല കാർ. സെറ്റിലുണ്ടോ? സാറിന് ഇപ്പം സാറേ പറഞ്ഞോ. ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവരെന്താ ഇങ്ങനെ പോകുന്ന പീടി? അവർ നിക്കുന്നില്ല. അണ്ണൻ കേട്ടെ എടാ നിന്നെ പൊക്കി. അണ്ണോ, ഞാൻ ഡിയോജർ ഓഫീസിൽ നിന്ന് വരാവോ? ആ വരാം വരാം വരാം. ഓക്കെ വന്നോ, കാത്തോട്ടോ വരും സാർ. എനിക്ക് ആവശ്യമില്ല സാർ. ചന്ദ്രൻ മാത്രം അകത്തോട്ട് വന്നാൽ മതിയോ? എന്താ സാറേ? ആ സാറേ ഞാൻ മാത്രം അകത്തോട്ട്. നമ്മളിവിടെ നിൽക്കുക. നിങ്ങളവിടെ നില്ലേ? ആ എന്താ സാറേ? പോസ്റ്റ് എടുത്ത് നടക്കാൻ പറഞ്ഞു റേഡിയിൽ കിടന്ന്, അല്ലെങ്കിൽ മറ്റേ റേഡി ഇരിക്കും. സാറേ വിട്ടു ആ ആരാ സാറേ? മുതുക്കി വെച്ച് സാറിനെ പിടിച്ചത് ഞാനാ. ആ വണ്ടി വന്നത്. ഓക്കെ സാർ അടച്ചിട്ട് പോയാ? അടച്ചിട്ട് കോപ്പി സാർ അതിപ്പോ തുറക്കും സാറേ, തുറക്കും. പീടിയാണോ? ഹലോ മച്ചു, പീടിയാണോ? ചന്ദ്രബോസ് സാറേ. ഞാൻ എന്റെ കൂടുതൽ വന്നിട്ട് അകത്തോട്ട് ഇറങ്ങാം. എന്റെ കൂടുതൽ ഇപ്പൊ വരും. ഓക്കെ സാറേ. ലോയർ കയറിപ്പോയായിരുന്നു. വരട്ടെ അവര് വന്നോട്ടെ. സാർ വാ. അല്ല വാ, അയ്യോ ഓ രമജി, സാറേ സാറൊന്ന് ഇതേതാ പയ്യ കൈ കിട്ടി? അല്ലല്ല ഇത് മറ്റേ കഴികൾ സുരേലിയുടെ അന്ന് പോരും മറ്റേ അടുത്ത വീഡിയോ കേട്ടാ. സാറേ ആരെടുത്തോണ്ട് പോണ സാറേ പീടി വണ്ടിയൊക്കെ? എന്താ സാറേ? സാറേ അങ്ങനെ പറയരുത്. സാറേ ബർസർ ഒന്നില്ലേ സാറേ? ബർസർ ഒന്നില്ലേ? ഇല്ല സാറേ, വരുന്നേ ഉള്ളൂ സാറേ. വരുമോ? ചന്ദ്രൻ സാർ ഓക്കെ അല്ലേ? മാർക്കോ സാർ സെർച്ച് ചെയ്തോ? സാറേ എന്റെ ഉണ്ട എടുത്തായിരുന്നോ? സാറേ എടുത്തിട്ടില്ല. തോക്കുണ്ടെങ്കിലല്ലേ വെടിവെക്കാൻ പറ്റൂ സാറേ. സാറേ ഈ സ്വിച്ച് ബ്ലേഡ് എടുക്കുന്നുണ്ട് ചന്ദ്രൻ സാറേ. കോട്ടേഷൻ തിരിച്ചുതരാം കേട്ടോ. തിരിച്ചറിയണം കേട്ടോ. അതാണ് തിരിച്ചുതരാം. ഓക്കെ. ഈ സാർ തന്നെ കണ്ടാ മതി, തരും. ആ വന്നോളൂ, ഒത്തോട്ട് വന്നോളൂ. നിങ്ങൾക്ക് Okay, ലോയർ വരും. രണ്ടുപേരും. അങ്ങനെ Lawyer ഒന്നുമില്ല. വാദിച്ചാ പോരെ സാറേ. നമ്മളെന്നെ വാദിക്കാൻ പോകും. ഓക്കെ നമ്മളെന്നെ വാദിച്ചോളൂ. ചാടി ഓടിക്കിറങ്ങാൻ ഒരു അമ്മൂമ്മയുടെ വീടിന് വെക്കേഷൻ വന്നേക്കുന്നു. തുറന്നുതരാം. കൊതിയാവോ മജിസ്ട്രേറ്റിനെ കാണാൻ? അങ്ങോട്ട് ഇതിന്റെ പെർമിഷൻ ഇല്ല. ഇത് അവർ നിങ്ങളും ചമ്മിയല്ലേ? ഞാൻ പറയാം. ഈ ഒരു ഡോർ മാത്രം പ്രശ്നമായിരുന്നു ഞാൻ ഇവിടെ ഗാഡി സാർ. ഈ കോർട്ടിന്റെ ഉള്ളിലത്തെ ഒരു ഡോർ മാത്രം ലോക്ക് മര്യാദക്ക് ബിഹേവ് ചെയ്തു. ആ മര്യാദ എല്ലാ വാളിത്തരത്തിനൊന്നും ഞാൻ കൂട്ടിക്കത്തില്ല. ഇരുന്നോ. ഇല്ല ഇവിടെ അല്ല, അകത്തോട്ട് പോണം. സാറേ എണ്ണിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അയ്യോ ഹലോ ചന്ദ്രൻ, സാറ് ഹാജരാൻ പറഞ്ഞ് ഞാൻ ഹാജരായി. ഓക്കെ, പ്രൊസീഡിങ്സ് ഒക്കെ നമുക്ക് ചെയ്യേണ്ട തരില്ല സാറേ. സാറ് ഞാൻ ഹാജരാന്നുള്ളതല്ലേ എൻ്റെ കൂടെയുള്ള ആൾക്കാർ എന്നെ കൊണ്ടൊന്ന് ഹാജരാക്കിയിട്ടുണ്ട്. ബാക്കി ഇവിടെ നടക്കുന്ന ബാക്കി എല്ലാത്തിനും ഞാനല്ലേ സാറേ കാരണക്കാരനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. സാറേ എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി ജാമ്യം നിന്ന ആള് ദേ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്നെ പുള്ളി കൊണ്ടുവന്നിട്ടുണ്ട്. അവരെ ഡ്യൂട്ടി കഴിഞ്ഞില്ല സാറേ. ഇനി അവരെ പാർട്ടി അവരെ കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് ഇനി അവരെ ഹോൾഡ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ സാറേ. സാർ ഫ്രണ്ട് ഡോർ ലോക്ക്ഡ് അല്ലേ? ലോക്ക്ഡൗൺ. എന്താ സാറേ ലോക്ക് ചെയ്തിട്ട്? അല്ല
അല്ല ബാക്കി പ്രൊസീഡിങ്സിലോട്ട് പോകാൻ വേണ്ടിട്ടാണ്. ബാക്കി എന്ത് പ്രൊസീഡിങ്സാ? ചെക്ക് ചെയ്യണേ മാർക്കോ സാറേ. നോക്കട്ടെ സാർ. പ്രൊസീഡിങ്സ് നടത്തണ്ടേ? ഇല്ല സാറേ, ബാക്കി പ്രൊസീഡിങ്സ് നടത്താനൊന്നും പറ്റത്തില്ല സാറിന്. എന്താ അത് പറ്റത്തില്ല. സാറിന് ഇവിടുന്ന് ജീവൻ അതാണ് സാറിന് ഇവിടുന്ന് ജീവനോട് ഇറങ്ങി പോകണമെന്ന് ആഗ്രഹമില്ലേ? സാറിന് ഇവിടുന്ന് ജീവൻ സാറിന് ഇവിടുന്ന് ജീവനോട് അതെ സാർ, അതാണ് പറഞ്ഞത്. പ്രൈമറി ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ സാറിന്റെ പ്രൈമറി ആണെങ്കിലും മെയിൻ ആണെങ്കിലും എന്താണെങ്കിലും അവരെ കാര്യം കഴിഞ്ഞിട്ടുണ്ട് സാറേ, എന്നെ കൊണ്ട് ഹാജരാക്കിയിട്ടുണ്ട്. ഇനി അവരെ മേത്ത് കയറാൻ പോലെ എനിക്ക് അത്രേ പറയുള്ളൂ. ഞാൻ ഇവിടുന്ന് കയറി വന്ന പോലെ ഞാൻ ഇറങ്ങിപ്പോവും. ഇവിടെ വേറെ എന്തെങ്കിലും പ്രൊസീഡിങ്സ് നടന്ന കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ഭവിഷ്യത്ത് നിങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അനുഭവിച്ചോണം. അത് ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം സാറേ. അതുകൊണ്ട് ബാക്കി നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്തോ. സാറേ ഇനി പ്രൊസീഡിങ്സിന്റെ ഒക്കെ ആവശ്യമുണ്ടോ സാറേ? ഇതൊക്കെ കഴിഞ്ഞില്ലേ സാറേ? എന്ത് കഴിഞ്ഞു? സാറിന് ഇനി എന്തോ ഇതിനകത്ത് പ്രൊസീഡിങ്സ് ഉള്ളേ? എനിക്ക് പീഡി തന്ന റിപ്പോർട്ട് പ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യണ്ടേ? എന്തോ പീഡി എന്ന റിപ്പോർട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നത്? ഓക്കെ, ഞാൻ കാര്യം പറയട്ടെ സാറേ. ഫൈൻ ഇഷ്യൂ ഇല്ല ഞാൻ സാറേ, ഡിയോജല ഞാൻ സിംപ്ലി സാറിൻ്റെ അടുത്തൊരു കാര്യം പറയാം. ഞാൻ ഇവിടെ നിന്ന് ഇപ്പൊ കെയർ ചെയ്ത പോലെ ഒരു 5 മിനിറ്റിൽ പുറത്തിറങ്ങി പോയില്ലെങ്കിൽ ആ പുറത്തിരിക്കണവന്മാരെല്ലാം വലിയ വിഷയമാണ്. അവന്മാരങ്ങ് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങും. സാറിന് ഇവിടെ നിന്ന് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. സാർ എത്രയെന്ന് പറഞ്ഞ് ഇവിടെ ആത്തിരിക്കും. സാറിന് ഇവിടെ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. ഈ നിൽക്കുന്ന PD ഓഫീസേഴ്സിന് ഇവിടെ നിന്ന് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. അങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങളുണ്ടാവും. ഞാൻ ഇവിടെ നിന്ന് പോവും. ബാക്കി നിങ്ങൾ തന്നെ എന്താ വെച്ചാൽ ചെയ്തോ. ഓക്കെ, എന്തായാലും എനിക്ക് എന്റെ പ്രൊസീഡിങ്സ് ചെയ്തേ പറ്റുള്ളൂ ചന്ദ്രൻ. ചെയ്തേ പറ്റത്തുള്ളൂ. സാറേ പ്രൊസീഡിങ്സ് സാറോട് ചോദിക്കുന്നേ. ഞാൻ ഇവിടെ ഇരിക്കാം സാറ് ചെയ്യുന്ന. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഫൈൻസ് ഇഷ്യൂ ചെയ്യണം. നീ ഇരിയട ചന്ദ്ര, ഇരി കുറച്ച് ഇരുന്ന് സംസാരിക്കാം. ഇരുന്ന് സംസാരിക്കും. ആ സാറേ പറ. ഫൈൻ അല്ലേ. പ്രൊട്ടക്ഷൻ ഡ്യൂട്ടി ചന്ദ്ര ഇരിക്കടാ. അങ്ങനത്തെ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. സാറേ ഉറക്കെ സംസാരിക്കും സാറേ. എനിക്ക് ഫൈൻ ഇഷ്യൂ ചെയ്യണം. അതിന്റെ കൂടെ എന്താ ജയിൽ ടൈം ഇഷ്യൂ ചെയ്യണം. സാർ എങ്ങനെ ചെയ്യും സാറേ? സാറിന് ജീവനിൽ പേടിയില്ലേ? സാറേ ഞാൻ ഒരു കാര്യം പറയാം. 10 മിനിറ്റ് വേണ്ട, 5 മിനിറ്റ് സാറേ നമ്മൾ രണ്ടുപേരും പുറത്ത് കണ്ടില്ല. ഞാൻ അതാണ് നമ്മളൊരു 5 മിനിറ്റിൽ ഇവിടുന്ന് പുറത്തിറങ്ങി സാറേ, അത് പ്രശ്നം മാറും. പ്രശ്നമാവും. നമുക്ക് നമ്മുടെ പയ്യനെ വിട്ടിട്ട് പോകാൻ പറ്റുമോ സാറേ? എന്ത് പറയുന്നു സാറേ? എന്റെ മര്യാദ. ആളെന്നെ കൊണ്ടുവന്നേ ആളെ നിങ്ങൾ ഇപ്പൊ ആളുടെ അടുത്ത് ഇപ്പൊ അണ്ണുവിന്റെ അടുത്ത് നിങ്ങൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ വേറെ പ്രശ്നത്തിനായിട്ട് നിങ്ങൾക്ക് നിൽക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾ പറഞ്ഞാണ് ജാമ്യത്തിൽ നിങ്ങൾ ആളെ വിട്ട് ആളെന്നെ കൊണ്ടുവന്ന്. പിന്നെ ഞാൻ ഇറങ്ങി പോണ എന്റെ റെസ്പോൺസിബിലിറ്റി ഇല്ല. അതിന് വേണ്ടിട്ട് നിങ്ങൾക്ക് അവരെ ജയിൽ ടൈം പിന്നെ ഫൈന് ജയിൽ ടൈം അത് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. ഫൈനും ജയിൽ ടൈം മാത്രമേ ഇഷ്യൂ ചെയ്യുന്നുള്ളൂ. ജയിൽ ടൈം എത്ര നേരം സാറേ? ജയിൽ ടൈം 20, 30, 38. ഇയാളെന്താ നാമം ജപിക്കുന്നു? വെയിറ്റ് 58, 68, 73, 93, 91, 104, 134 മാസം. 134 മാസോ? ഇല്ല, അതിനെപ്പറ്റി നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ അണ്ണു, നമ്മൾ ഇറങ്ങുമല്ലേ. അയ്യോ സാറേ, 134 മാസം പോയിട്ട് 134 സെക്കൻഡ് ആണ് അവിടെ കിടക്കത്തില്ല. പിന്നെ 134 മാസോ? അണ്ണു സാറല്ലേ ഫോൺ നോക്കാം അണ്ണു. യെസ് ഓഫ് കോഴ്സ് സാർ. 134 months, 16 crore 23 lakhs fine. Okay, you can proceed with that. 60. Can I get the actual letter? 60 crore. മെസ്സേജ് മേയർ ആവേണ്ടെന്നാ. നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, ക്യാമറ ഉള്ളതുകൊണ്ട്. And jail time 134. ചന്ദ്രൻ സാറേ, ഇപ്പൊ കോർട്ട് ഓർഡർ സാർ കേട്ടല്ലോ. അപ്പൊ ആ ഒരു രീതിക്ക് നമുക്കത് ചെയ്തേ പറ്റൂ. അതിന്റെ പ്രൊസീഡിങ്സ് മുന്നോട്ട് പോകണമെങ്കിൽ സാറ് കൂടെ വരേണ്ടി വരും. പറ്റത്തില്ലല്ലോ സാറേ. സാറേ അങ്ങനെ വെറുതെ നടക്കില്ലല്ലോ. ആസ് ഓഫ് സിറ്റി ഇപ്പോ സിറ്റിയുടെ മജിസ്ട്രേറ്റ് അല്ലേ പറഞ്ഞ, അപ്പൊ സാർ അത് ചെയ്യേണ്ടതായിട്ട് വരും. സാർ സറണ്ടർ ചെയ്തല്ലോ, അതാണ് ഇത്രയും കാര്യങ്ങളെല്ലാം കുറഞ്ഞത്. എന്താ സാറേ ഇവിടെ സാറിന് അറിയാം, ഇവിടെ സറണ്ടർ ചെയ്തു? ഞാൻ സംസാരിക്കാന്നേ സാറിന്റെ അടുത്ത്. ഞാൻ സാറിന്റെ അടുത്ത് സംസാരിക്കാൻ വന്നേ ഇവിടെന്ന്. അതായത് എനിക്ക് ഞാൻ ഇത്രേ ഉള്ളൂ സാറേ. എനിക്കിവിടെ അതായത് സിറ്റിയിൽ മേയറാൻ വേണ്ടി പോകുന്ന ആളാ. അപ്പൊ പുള്ളിനെതിൽ എനിക്ക് അതായത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തതിൽ എനിക്കിതുണ്ട്, മനസ്സിലായില്ലേ? സോ അതുകൊണ്ട് മാത്രമാണ് ഇപ്പൊ ഇവിടെ വന്നത്.
വന്ന പോലെ ഞാൻ പോവും, അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഞാൻ ഒരു കാര്യം അല്ലെങ്കിൽ പറയാം. ഇത്രേ ഉള്ളൂ സാറേ. ഞാൻ പച്ചയ്ക്ക് പറയാം സാറേ, പുറത്തിങ്ങനെ അവര് നിങ്ങളെ ഉപദ്രവിക്കും. ചന്ദ്രൻ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ആ ജോക്കർ ജോക്കർ എന്ന് പറയുന്ന ആള് മേയർ സ്ഥാനത്ത് ഇലക്ഷൻ നിൽക്കുന്ന ആളാണ്. അതെ. താങ്കൾ ഞാനൊരു ചോദ്യം ചോദിക്കാം. ആ. ഇവിടെ ഒരു ഇൻജസ്റ്റിസ് നടക്കുമ്പം അതിന് കറക്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള പ്രൊസീജിയർ ഫോളോ ചെയ്യണം എന്ന് ജോക്കർ ബ്രോയിന് ആഗ്രഹമില്ലേ? അതുകൊണ്ടാണ് പുള്ളി എന്നെ കൊണ്ട് വന്നത്. അല്ല, അതുകൊണ്ടാണ് പുള്ളി എന്നെ കൊണ്ട് താങ്കൾ വന്നത്. ഇലക്ഷൻ ക്യാമ്പയിൻസ് നടത്തുന്ന ഒരാളല്ലേ? അത് പൊന്നു സാറേ, ഇലക്ഷൻ ക്യാമ്പയിൻസ് നടത്തുന്ന സാറേ ഞാൻ കൊണ്ടുതരാൻ പറഞ്ഞു, ഞാൻ കൊണ്ടുതന്നില്ല അതാണ് സാറേ. പുള്ളി അതാ കൊണ്ടുവന്നത് തന്നെ. മനസ്സിലായില്ലേ? സാറേ ഞാൻ കാര്യം പറയട്ടെ, ഇനി ഇവിടെ ഉള്ളതിൽ നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റീസ്. അവൻ 5 വയസ്സുള്ള കുഞ്ഞൊന്നുമല്ല സാറേ. ഞാൻ പറഞ്ഞ കേൾക്കാൻ വേണ്ടിട്ട് ഒരു 10, 20, 30, 25 വയസ്സ് അവൻ കേൾക്കുമായിരുന്നു. പിന്നെ അങ്ങോട്ട് കേൾക്കത്തില്ല. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അവൻ അവന്റേതായ വ്യക്തിത്വം ഇല്ലേ സാറേ? പുള്ളി എന്നെ കൊണ്ടുവന്നു. ജോക്കർ ബ്രോ, ഞാൻ പുള്ളിയുടെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. താങ്കളാണ് ഇയാൾക്ക് ആൾജാമ്യത്തിനായിട്ട് വന്നത്. അതെ സോ അതെ കോർട്ട് പ്രൊസീജിയറിന് ആളെ ഇവിടെ ഹാജരാക്കേണ്ടത് താങ്കളുടെ ഉത്തരവാദിത്വമായിരുന്നു. അതെ താങ്കൾ ആക്കി. ഏൽപ്പിച്ചു. അപ്പം ബാക്കി കോർട്ട് പ്രൊസീജിയർ നടത്തുക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്വം ഇല്ലേ? അപ്പൊ എന്റെ സാറേ, ഈ ഉത്തരവാദിത്വം കൊച്ചിനെ ഞാൻ പഠിപ്പിക്കാനല്ലേ നടത്തണ്ടേ? പറ്റത്തുള്ളൂ സാറേ. കൊച്ചു പരീക്ഷ എഴുതി മാർക്ക് വാങ്ങിക്കണമെന്ന് കൊച്ചും കൂടെ വിചാരിക്കണ്ടേ? പഠിപ്പിക്കാനല്ലേ പറ്റൂ. ഞാൻ പഠിപ്പിച്ചു, നീ മാർക്ക് വാങ്ങണം വേണ്ടെന്ന് അവൻ തീരുമാനിക്കണ്ടേ? ഒരു മിനിറ്റ് സാറേ, ഞാനേ അവരടുത്തൊന്ന് പറയട്ടെ, ഒരു 5 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാൻ. ഞാൻ കൊണ്ടുവരാനുള്ളത് കൊണ്ടുവന്നു സാറേ. ഞാൻ ഹലോ? സാറ് പറഞ്ഞതൊക്കെ കേട്ട് ഞാൻ വന്ന് ഇവിടെ ഇരിക്കുക. ഹലോ എടാ, ഒരു 5 മിനിറ്റിൽ ഞാൻ പുറത്തിറങ്ങിയില്ലെങ്കിൽ ഒന്ന് DOJ ഓഫീസറെ പറഞ്ഞേടാ. ആ, നമ്മുടെ പിള്ളേരുണ്ട് DM-ല്. ആ ശരി. ഓക്കെ സാറിന് ഇപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് തോന്നുന്നു. ഇല്ല സാറേ, അതൊക്കെ അത്രേ ഉള്ളൂ. ബാക്കി നിങ്ങൾ എന്താ ചെയ്തോ? എനിക്ക് പോണം. ചന്ദ്രൻ സാറ്, ഇതിനകത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പുള്ളിയുടെ സൈഡിൽ നിന്ന് പുള്ളി ഈ കാര്യങ്ങളെല്ലാം ഓർഡേഴ്സ് തന്നു. ഇപ്പൊ PD സൈഡിൽ നിന്ന് സാറിന് കണ്ടാൽ തന്നെ അറിയാം, ഞങ്ങൾ 3 പേരേ ഉള്ളൂ. ഇതിനകത്ത് ഒരു സിറ്റുവേഷൻ ഇതന്നെ സാറേ, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവനിൽ പേടിയില്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ ജീവനിൽ പേടിയില്ലേ? ഡ്യൂട്ടിയാണോ സാറിന് വലുത്? ഡ്യൂട്ടിയാണോ വലുത് സാറിന്? അത് കൊള്ളാലോ. സാർ, ഞാൻ ഒരിക്കലും അങ്ങനല്ല പറഞ്ഞത്. എനിക്ക് ജീവൻ തന്നെയാണ് വലുത്. അതെ, പക്ഷേ ഡ്യൂട്ടി അതേ രീതിക്ക് ചെയ്തല്ലേ പറ്റൂ സാർ. അത് ഏത് ഡ്യൂട്ടി ചെയ്താലും നിങ്ങളെ കൊന്നോളെ സാർ. ഈ വരുന്നവന്മാർക്കൊന്നും സാർ പീഡിയാണ്, തലയ്ക്ക് മുകളിൽ തൊപ്പിയുണ്ടെന്ന് അവന്മാർക്ക് അറിഞ്ഞൂടാ. അവര് കൊല്ലും. മനസ്സിലായില്ലേ? അതുകൊണ്ടാ പറഞ്ഞ മലയാളത്തിൽ ഞാൻ നല്ല ഭാഷയെ പറഞ്ഞ സാറിന്റെ എനിക്ക് പോണം. സാർ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതേ സിറ്റിയിൽ ഇനി ആൾക്കാർ ഇതേ രീതിക്ക് പേടിപ്പിച്ചിട്ട് ഇതേ കാര്യങ്ങൾ പക്ഷെ സാറേ, അവരുടെ അടിക്കാനായിട്ട് നമ്മുടെ പിള്ളേരില്ലല്ലോ സാറേ. അവരുടെ സാറേ സാറേ, ഇതെന്നെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ സാറേ. സമ്മതിച്ചു സാറേ, ഇത് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റി, സമ്മതിച്ചു. ഞാൻ ഒരിക്കലും ഇത് പറയുന്നില്ല. പക്ഷേ ഇതിന്റെ പ്രൊസീജിയേഴ്സ് ആയിട്ട് ആ ഒരു രീതിക്ക് പോയിക്കൂടെ? കാരണം ഇത്രയും പേര് ഇതിന്റെ കൂടെ നിൽക്കാൻ നേരം പുള്ളി ഇപ്പൊ നിസ്സായ അവസ്ഥയിലാണ്. ലൈക്ക് പുള്ളിയുടെ കയ്യിൽ ഇപ്പൊ ഒരു മാഷില് നമ്മൾ ഇത്ര 3 പേരാണുള്ളത്. ഇതിനകത്ത് ആ ഒരു പ്രൊസീജിയേഴ്സ് ആയിട്ട് പോയപ്പോ നിങ്ങളിപ്പോ നിങ്ങളുടെ ഒരു സ്ട്രെങ്ത് എന്നുള്ള രീതിക്ക് ഈ ഒരു രീതിക്ക് കാണിക്കുമ്പോ അത് മോശമായിട്ടാണ് പോകുന്നത്. അല്ലല്ല, മോശമായിട്ട് നിങ്ങൾക്കാണ് മോശം, എനിക്ക് മോശമല്ല. നിങ്ങൾ നിങ്ങളെ PD വെച്ചിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന കണ്ടുപിടിക്കും നിങ്ങള്. ഞാൻ അത്രേ പറയുന്നുള്ളൂ. പറഞ്ഞല്ലോ ഇതിന്റെ എങ്ങനെയാണ് സാർ, പ്രോസസ്. ഞാനും പറഞ്ഞല്ലോ നിങ്ങൾക്ക് നല്ലതിനാ ഞാൻ പറയണേ. ഈ സാറിനൊക്കെ സാറിന് വീട്ടിൽ കയറണമെന്നില്ലേ ഈ ഡ്യൂട്ടി കഴിഞ്ഞിട്ട്? ഹലോ സാറേ, കയറണമെന്നില്ല. ചന്ദ്രൻ സാറേ, അല്ല, ഡ്യൂട്ടിയാണ് വലുത് നമുക്ക് അത് എനിക്ക്. മജിസ്ട്രേറ്റിന്റെ ഓർഡർ ഫോളോ ചെയ്യേണ്ട ഒരു അല്ലെങ്കിൽ നമ്മളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും സാറേ. നമുക്കൊന്നും ചെയ്യാനില്ല. അദ്ദേഹം പറയുന്നത് ഞങ്ങൾക്ക് അനുസരിച്ച് പറ്റത്തുള്ളൂ. അവസ്ഥ സാർക്ക് മനസ്സിലാവണം. ഒരു സൈഡ് മജിസ്ട്രേറ്റ് ഇതാണ് ഒന്ന് സൈഡ് സാർ. മജിസ്ട്രേറ്റ് എവിടെ? അപ്പൊ പോവല്ലേ സാറേ? ഞാൻ അങ്ങോട്ട് ഡോർ തുറന്നല്ലേ അല്ലേ? പറ്റില്ല ചന്ദ്രൻ. മജിസ്ട്രേറ്റ് ആണ് പ്രശ്നം. മനസ്സിലാക്കി സാറിനത് ചെയ്യല്ലേ? ലിറ്ററലി സാറിന് ചെയ്യല്ലോ. സാറിന് ഇവിടെ കുടുംബക്കാരെല്ലാവരും ഉണ്ടോ? നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ഇന്നലെ വന്നപ്പോഴും ഞാൻ പുള്ളിക്കാരോട് മാന്യമായി തന്നെയാണ് ഞാൻ കാര്യങ്ങൾ. സൗണ്ട് കുറ. ഇന്നലെ താങ്കളുടെ ഫാമിലി മെമ്പേഴ്സ് വന്നപ്പോഴും ഞാൻ താങ്കളുടെ ഫാമിലി മെമ്പേഴ്സിനടുത്ത് മാന്യമായിട്ട് തന്നെയാണ് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയത്. അതേപോലെ തന്നെ ജോണി എന്ന് പറയുന്ന ആൾക്കാരുടെ ഫാമിലി മെമ്പേഴ്സും വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ അടുത്തും കാര്യം പറഞ്ഞിട്ടുണ്ട്. അതെ, രണ്ടുപേരും ഞാൻ അതായത് ഞാനാണ് അതായത് എന്താ പറയാ, വിക്ടിം ഞാനല്ലേ? അതെ അതെ,
അപ്പം ഞാൻ വന്നു ഇവിടെ, ഞാൻ വരാന്നുള്ളതാണ് സാറിൻ്റെ കാര്യം. ഞാൻ വന്നു, എൻ്റെ കാര്യം പറഞ്ഞു. എനിക്ക് ഇവിടെ വരേണ്ട ഒരേ ഒരു ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. പുള്ളി മേയർ സ്ഥാനത്ത് നിൽക്കുകയാണ്, അവരെ അത് ബാധിക്കാൻ പാടില്ല. വന്നു, ഞാൻ എൻ്റെ കാര്യം പറയുന്നു, പോകുന്നു. ചന്ദ്രൻ, ഞാൻ ഇവിടെ വന്ന് ഏൽപ്പിക്കുന്നത് മാത്രമാണ് ഒരു ബെയിലി ആയിട്ട് നിൽക്കുന്ന ഒരാളുടെ സാറേ ലിറ്ററലി സാറിന് ഇത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് ഡിഒജിയുടെ ഓഫീസ് ഇന്നുകൂടി മതിയോ സാറിന്? ഡിഒജിയുടെ ഓഫീസ് സാർ ഇത് സാറേ, ഇത് സാറിന്റെ ലാസ്റ്റ് കേസാണ്. ഡിഒജിയുടെ ലാസ്റ്റ് കേസ് അതാണോ? അല്ലല്ലോ സാറ് നാളെ ഇവിടെ വരണ്ടേ? ബാക്കിയുള്ള വിഷയങ്ങൾ സാറിന് സോൾവ് ചെയ്യണ്ടേ? ചന്ദ്രൻ സാർ ഇങ്ങനെ എല്ലാരെയും പേടിച്ചോണ്ടിരുന്ന ഇവിടെ എന്തിനാണ് ഡിഒജെ? ഈ വരുന്ന എല്ലാരും ഇങ്ങനെ നാളെ പോലും ഞങ്ങൾ ഡിഒജെ പൂട്ടിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഡിഒജെക്ക് അർത്ഥമില്ലാതെ പോകത്തില്ലേ? ഒരു കാര്യം ചെയ്യും, സാർ വട്ടത്തിൽ ഇവിടെ നിൽക്കും. സാർ ഇവിടെ വട്ടത്തിൽ നിൽക്കും, എല്ലാവരും വട്ടത്തിൽ നിൽക്കും. നമുക്ക് വട്ടം നാരങ്ങ കളിക്കാം. സാറ് ഈ രാജ്യത്തിന്റെ സിറ്റിസൺ രീതിയിൽ സാറിന് രാജ്യത്തോട് കുറച്ച് നിയമവ്യവസ്ഥയോടും കുറച്ച് സാറിന് ബഹുമാനമില്ലേ? ഇല്ല, എനിക്കില്ല. മാത്രമേ ഇല്ല, ചോദിക്കൂ. എനിക്ക് ഇവിടുത്തെ നിയമത്തോട് എനിക്ക് ഒരു വ്യവസ്ഥതയില്ല. സാർ ആ രീതിക്ക് ചെയ്തേ പറ്റൂ സാർ, മനസ്സിലാക്കണം. ഓക്കെ സാറ് ചെയ്യും, പക്ഷെ എനിക്ക് ചെയ്യാനുള്ള ഞാൻ ചെയ്യും. പിന്നെ അയ്യോ സാറേ, സാറ് പറഞ്ഞല്ലേ സാറേ, ഞാൻ എടുത്തു പറയാം സാറേ, ഞാൻ കൊന്നുകളയും എല്ലാത്തിനും ഇവിടെ ഇരിക്കണേ. ഞാൻ എല്ലാത്തിനെയും കൊല്ലും ഇവിടെ ഇട്ട്, പച്ചയ്ക്ക് പറയാ, കൊന്നു കളയും. അതിൽ അപ്പുറം എനിക്കൊന്നും പറയാനില്ല. ഓക്കെ സാറ് സാറ് പ്രൊസീഡ് വരണ്ടേ? റേഡിയോ യൂസ് ചെയ്യാൻ പാടില്ല. ഒരു മിനിറ്റ് സാർ, ഒന്ന് വെയിറ്റ് ചെയ്യ്. ഒന്ന് വെയിറ്റ് ചെയ്യ്. ഒന്ന് വെയിറ്റ് ചെയ്യ്. ഒന്നും പറഞ്ഞിട്ടാ കഫിയടോ? പറഞ്ഞ കഫിയാണെന്ന് അയ്യടാ കഫ് കഫഴിയടാ കഫഴിയടാ. നീ കഫിയാണെന്ന് പറഞ്ഞ ഇപ്പൊ എന്റെ അടുത്ത് ഏത് മജിസ്ട്രേറ്റ് ഇപ്പൊ പറഞ്ഞ എന്റെ അടുത്ത് കഫിയാണെന്ന് പറഞ്ഞ എന്റെ അടുത്ത്. നിന്റെയൊക്കെ ഓഫീസിന്റെ അകത്തല്ലേ നിക്കണേ? നിന്റെയൊക്കെ ഓഫീസിന്റെ അകത്തല്ലേ? നിനക്കെന്താ പേടിയാ? എന്റെ അച്ഛന്റെ വണ്ടി കോണം വരുന്ന എനിക്ക് എന്നാ നീയൊക്കെ ചാകുവാടാ. നീയൊക്കെ ഇന്ന് നിനക്കൊക്കെ ആകെ നിന്റെയൊക്കെ എന്ത് ഡ്യൂട്ടിയാടാ? നിന്റെയൊക്കെ ജീവന്റെ ബോൾ നിനക്കൊക്കെ ഡ്യൂട്ടിയാ? നിന്റെയൊക്കെ ജീവന്റെ ബോൾ നിനക്ക് എന്ത് ഡ്യൂട്ടിയാ? നിന്റെ ജീവന്റെ ഡ്യൂട്ടി നിനക്ക് എന്ത് ഡ്യൂട്ടിയാ? എന്ത് ഡ്യൂട്ടിയാ? എടാ നിന്റെ ഓഫീസിൽ വിളിക്കണടാ ആദ്യം, അത് ഞാൻ കോൾ എടുക്കട്ടാ ഞാൻ. അല്ല ഇങ്ങോട്ട് വരാൻ പറ അങ്ങേരെ അടുത്ത്, ഞാൻ സംസാരിക്കാം. അപ്പൊ കൊണക്കിന് നിന്ന് എന്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കാം. വരുന്നുണ്ട് സാറിന് ഇപ്പം കഫ് ചെയ്തത് ഇവിടെ ഡിഒജിയുടെ സൈഡിൽ നിന്ന് പറഞ്ഞുകൊണ്ടാണ്. ഞങ്ങൾക്ക് അത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് തന്ന ഓർഡേഴ്സ് ആയിട്ട് അത് ഫോളോ അപ്പ് ചെയ്തേ പറ്റുമായിരുന്നു. ഇപ്പൊ ബർച്ചർ വരുന്നുണ്ട്, സാറുമായിട്ട് സംസാരിച്ചിട്ട് ചന്ദ്രൻ സാർ എന്താണെന്ന് വെച്ചാൽ ആ രീതിക്ക് ചെയ്യും. നമ്മൾ ഇതിനകത്ത് വലുതായിട്ട് ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യുന്നില്ല. ആശാരിയല്ലോ ഡോറും കുറച്ച് പോകാൻ സാർ കഴിഞ്ഞ കുറച്ച് ദിവസം ചെയ്ത ഹലോ, ഒരുത്തനെ എവിടെ എല്ലാത്തിനെയും കൊല്ലണേ. ഫോൺസ് യൂസ് ചെയ്യല്ലേ? ഒരു മിനിറ്റ് ഭരചന്ദ്രൻ വരുന്നുണ്ടാ പുറത്തുനിന്ന്. ആ സാറേ എവിടെ നിൽക്കുന്നു സാറേ? അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിട്ട് വിളിച്ചോണ്ടോ? എടാ ഹലോ എടാ ഇനിയിപ്പോ എടാ നമ്മള് ചെയ്യാൻ പോണേ പറയല്ലടാ, നമ്മള് ചെയ്യാൻ പോണേ പറയല്ലേ. ഇത്രേ ഞാൻ പറഞ്ഞുള്ളൂ, നമ്മള് ചെയ്യാൻ പോകുന്ന കാര്യം പറയരുത്. ഓക്കെ, ആ രീതിയിലാണ് ഡീൽ ചെയ്യാൻ കേട്ടാ. ഇത്ര പീടിയുള്ളൂ, ഇത്രക്ക് പീടിയുള്ളൂ. ഈസി ആയിട്ട് ഡീൽ ചെയ്യാന്നുള്ളത് കേട്ടാ. പുറത്ത് വെച്ച് ചെയ്യാം. ആ ഒരൊറ്റ വഴിയേ ഉള്ളൂ. രായ നോക്കി ഡീൽ ചെയ്യണേ. വേണ്ട എടാ
ഇപ്പൊ അടിക്കണ്ട. ഞാൻ പറഞ്ഞ കാര്യം ആദ്യം. ഞാൻ പറഞ്ഞ കാര്യം ആദ്യം. ബാക്കി രണ്ടാമത് വെടിവെക്കുന്നത്. പറഞ്ഞത് രായ. ആരത് പറഞ്ഞ? ഡോർ അടിക്കാലോ അല്ലേ? വേണ്ട ഇപ്പൊ അടിക്കണ്ട. ഞാൻ പറഞ്ഞ കാര്യം ആദ്യം. ഞാൻ പറഞ്ഞ കാര്യം ആദ്യം. ബാക്കി രണ്ടാമത് വെടിവെക്കുന്നത്. നമ്മുടെ ഫ്രണ്ട് കിട്ടും. ഈ വണ്ടി കൊള്ളാടാ. ഇതൊക്കെ എന്റെ കിടില വണ്ടിയല്ലടാ, എന്റെ കളക്ഷനിലുള്ള. ഹൈ ഗ്രാഫിക്സ് ആണ് ബാല. അത് ഇതുവരെ മാറ്റിയില്ലേ? Hey Kalyani, what's happening here? No, this is not Chukru. This is our OC. Kalyani, what's happening here? Huh? It's getting really messy out there. Mr. Joki and Chandran is inside. Oh, okay. They're talking. Yo Kalyani, what's up bro? എവിടെയാണ് രാണ? They're inside. പിങ് കാണാൻ വയ്യ. എടാ ഇറ്റാച്ച് ഇങ്ങോട്ട് നട. രാണ പറ. ഞാൻ വിട്ടെ. ഭരത്ചന്ദ്രൻ ഇപ്പൊ അകത്താണോ പുറത്താണോ? അകത്താണല്ലേ. ഓക്കെ വിളിച്ചോണ്ട് ഗ്യാങ്സ് കൊണ്ട് കയറണ്ട, വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമുക്ക് മറ്റേ അവിടെ പോവാം. നമ്മുടെ ഭരത്ചന്ദ്രനെ ഞാനും ബാലിനും കൂടെ ഹോസ്റ്റേജ് എടുത്താൽ മതിയാ? നിങ്ങൾ എത്ര പേരാന്ന് വെച്ചാൽ എടുത്തു. നമ്പർ പിള്ളേരാണ് യൂസ് ചെയ്തോ. എന്താന്ന് വെച്ചാ ബാല നീ അത് നോക്കിക്കോ. ബാക്കിയുള്ള പോലീസ് ഓഫീസറിനെ അപ്പൊ എന്ത് ചെയ്യും? അടിച്ചിടട്ടെ. അതെന്തോ ആയിക്കോട്ടെന്നാ പറഞ്ഞത്. ഡിയിലോട്ട് പോവാതെ പറ്റുമെങ്കിൽ എടുക്കാൻ നോക്കാം. ഇത്രയും പോലീസുകാരുടെ വണ്ടി ഇവിടെ നിൽക്കുമ്പോഴാണ് അത് നോക്കാം. അത് നിങ്ങളെ ടാസ്ക്. മനസ്സിലായോ? അടിയിൽ ശരി. അപ്പൊ ആള് കൂടുതൽ വേണം. എല്ലാരും ഒന്നടാ. എല്ലാരും ഡിയോജി വന്നേ. മാർക്ക് നോക്കടാ. ആ ഓക്കെ. അടി ഉണ്ടാക്കാണ്ട് ഞാൻ ഒരു കാര്യം പറയാം. പോലീസുകാർ ഇറങ്ങുമ്പോ അവരെ ഗൺ പോയിന്റ് ചെയ്തിട്ട് അതിൽ ഭരത്ചന്ദ്രനെ മാത്രം അങ്ങ് തൂക്കിയെടുക്കുക. ഓക്കെ, മറ്റൊമാരെ അടിക്കാൻ അവന്മാരെ അടിച്ചിട്ടാണ്. ഓക്കെ, ഞാനൊരു കാര്യം വിട്ടത്. നമ്മൾ ഇത്രയും പേര് ഇവിടെ കൂടുന്ന കാണുന്ന അവന്മാര് വരും തോന്നുന്നുണ്ടോ? വെറുതെ അവിടെ എവിടെയെങ്കിലും പോയി നിൽക്ക്. ഞാൻ പറഞ്ഞത് ഞാൻ പ്ലാൻ എല്ലാവർക്കും അവിടെ പോയി നിൽക്കില്ല. വണ്ടിയുടെ അടുത്ത് അവന്മാരുടെ പീടി വണ്ടിയില്ല, അതിന്റെ അടുത്ത് നിന്നോണം. അല്ലെങ്കിൽ ഒറ്റ കോള് വിളിക്കുമ്പോ എല്ലാരും കൊണ്ട് വണ്ടിയും കൊണ്ട് എന്നിട്ട് അവിടെ ചന്ദ്ര അവരിപ്പോ എന്താ ഇറങ്ങാൻ വല്ല പ്ലാനും ഉണ്ടോ? പറ്റാ ഇങ്ങോട്ട് വന്നിട്ട് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. 100 വട്ടം ഞാൻ പറഞ്ഞു. ഞാൻ പോവാം. വണ്ടിയിലാണ് വെയിറ്റേക്ക്. കണ്ണവി എല്ലാരും ഒരുമിച്ച് കണ്ണേമി. അളിയ വെടിവെച്ച അളിയ ചത്ത്. കൈ പൊന്നിച്ചിട്ട് എടുക്കട്ടെ. ആളെ പൊക്കം 4 പേര് കണ്ണേ വിട്ട് അങ്ങനെ വണ്ടി എടുത്തു പോന്നേ.
ഒരാൾ ഫോൺ കോൾ വിളിച്ചിട്ടേ സാർ അങ്ങോട്ട് ചത്ത കിടക്കുന്നത് ഒന്ന് പൊക്കാൻ പറ. വണ്ടി വല്ലുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. ഓക്കെ അല്ലടാ നിങ്ങൾ അവിടെ അത്ര പേരില്ലേ, നിങ്ങൾ അവിടെ നിന്നോ. ആ ചുവന്ന വണ്ടി ഞാൻ മാറ്റിയിടാം. ഹലോ വരച്ച് ചത്ത് ആള് കൈ പൊന്നിച്ചില്ല, ഫീവർ കാണിക്കാൻ പറഞ്ഞിട്ട്. കുഴപ്പമില്ല അത് സീനില്ല. ആളെ പൊക്കിട്ട് ഇതാക്കാം. എടാ പുള്ളിയുടെ ബോഡി എന്താടാ? ബോഡി സൈഡിലേക്ക് ഇട്ട് കണ്ടി വണ്ടി അങ്ങനെ കൈ പൊക്കാൻ പറഞ്ഞിട്ട് ഓടുന്നു ഇവിടുന്ന്. പേടിക്കുന്നത് പറഞ്ഞാണ്, കറഞ്ചിൽ ഇടപ്പുണ്ടെന്ന് പറഞ്ഞാണ്. തല്ലുവാണെങ്കിൽ നിങ്ങൾ തല്ലിക്കോ, അത്ര പേരില്ലേ. അതൊന്നും പ്രശ്നമില്ല, പീടി വേറെ വന്നാലും എടാ ജുഗ്ര കൊണക്കല്ലേ EMS എന്ന് പറഞ്ഞവന് 2 രൂപ സൈഡ് വന്നില്ലേ, എന്നിട്ട് വണ്ടി കയറ്റാൻ കയറി അടിക്കാൻ പാല റെഡിയായിരുന്നു. ഓക്കെ Are you attending the help or ഞാൻ RP നിർത്തി പോക്കോട്ടെ. നാലുപേര് കണ്ടാൻ ചെയ്യുമ്പോഴേ ഒന്ന് കണ്ണുന്ന സമയത്ത് RP തന്നെ വലിയ ഇതൊന്നും എന്തൊരു കണ്ടിയുടെ ഇങ്ങനെ സൂപ്പർ കണ്ടി തന്നെ. ആ നേരത്തെ തന്നെ ഒരാൾ വിളിച്ച്, ഞാൻ അതെങ്കിലും വിളിക്കട്ടെ, അതെങ്കിലും നടക്കട്ടെ. ഏത് ബിജു സാറോ? ബിജു സാർ ആരാ? ബിജു സാറിനെ കയറ്റിവിടാന്ന് ഉദ്ദേശിച്ചത് ഭരത് സാറിനെ കയറ്റിവിടാൻ നോക്കിയത് പോലെയാണോ? ആ കേറ്റല് നമ്മള് വേണമെങ്കിൽ കേറ്റാം. അതെ ആ കേറ്റിവിടാം. അതെ മനസ്സിലായല്ലോ. എടാ പാർട്ട് ഓഫ് ഇടാ. എടാ ബിജു സാർ, ബിജു സാർ, സാറിനൊരു ബിഗ് സല്യൂട്ട് കൊടുക്കണം എല്ലാരും. ആൻഡ് ഈ ബിജു സാറിനെ എനിക്ക് അറിയത്തില്ല കേട്ടോ, നിനക്ക് അറിയായിരിക്കുമല്ലോ. നമ്മളിവിടെ ഫ്രണ്ടിലുണ്ടോടാ. സൂപ്പർ അല്ലടാ. അല്ല ഞാനൊരു കാര്യം പറയട്ടെ. എടാ ഇറ്റാച്ചി, എടാ വെയിറ്റ് ആക്കടാ. സ്നൈപ്പേ എടാ പാട്ടൊന്ന് ഓഫ്. ഹലോ എടാ സ്നൈപ്പേ എടാ ഈ ബിജു സാർ എന്ന് പറയുന്ന ആളെ ഈ അകത്ത് കയറാൻ ഫ്രണ്ട് മാത്രമല്ല, ബാക്ക് വഴി വല്ലതും ഉണ്ടോ? ആ അപ്പൊ പിന്നെ നമ്മൾ ഇവിടെ നിന്നിട്ട് കാര്യമുണ്ടോ? രണ്ടുപേരും ബാക്ക് ഇരിക്കട്ടെ. കൊള്ളാടാ ലെക്സ്റ്റ്. എടാ ഇറ്റാച്ചി കേറിയടാ. ആരുണ്ട്?
നോക്കട്ടെ വെയിറ്റ് ആക്ക്. എടാ എന്ത് സംഭവം തടാ? വീഡിയോ ഒന്ന് എടാ വെയിറ്റ് ആക്കി, പുള്ളി ഇറങ്ങട്ടാ വണ്ടി. പിടിച്ചോ, വാ പിടിച്ചോ. അളെ പിടിച്ച് സാറേ വെയിറ്റ് സാറേ. ബിജു സാർ കേറല്ലേ സാറേ? കേറല്ലേ. ഒന്ന് പറഞ്ഞേ സാറേ. പ്ലീസ് കം വിത്ത് മീ സർ. അകത്ത് കയറരുത്. പ്ലീസ് കം വിത്ത് മീ സർ. യെസ്. ഇല്ല കുഴപ്പമില്ല. വന്നാ മതി, നമ്മുടെ കൂടെ വന്നാ മതി സാറേ. സാർ അതൊക്കെ നമുക്ക് സംസാരിക്കാം ഇവിടെ. സാർ ഇവിടെ ഒന്നും സംസാരിക്കാൻ പറ്റില്ല. നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഭരത്ചന്ദ്രൻ സാർ എന്ന് പറഞ്ഞ സാറിന് നമ്മളെ കണ്ടു, എയിം ചെയ്തു. പുള്ളിക്കാരൻ ഫിയർ ഒന്നും കാണിക്കാതെ വണ്ടി ഇടിച്ച് ബാക്കിലോട്ട് പോയി വെടിവെച്ചവിടെ കൊന്നു. പുള്ളിലോ അവിടെ നമ്മളെ മാറ്റി പുള്ളിക്കാരൻ ഇറങ്ങിപ്പോയി. മനസ്സിലാ? നമുക്ക് ഇത് ആർപി നമുക്ക് കണ്ടിന്യൂ ചെയ്യണം. അതുകൊണ്ടാണ് അതാ ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആള് തന്നെയാണ് പറഞ്ഞു. നിങ്ങൾക്കറിയാവുന്ന ഉദ്ദേശിച്ച ചന്ദ്രൻ തന്നെ പറഞ്ഞത് വരാൻ വേണ്ടി. അതുകൊണ്ടാണ് കൂട്ടുകാരെ ഗ്യാങ്ങിന് മുന്നേ ഇറക്കി വിട്ട ഗ്യാങ് ഏതാ? ഇതൊക്കെ ബഹളം ഇത് HF-നെ ചെക്കമേലെ. താങ്ക് യു സോ മച്ച് ഫോർ ദ 500 കിക്ക്. അറിഞ്ഞൂടെ ഇവിടെ ആര് വരൂലെന്ന്. ആരും വരാൻ പോണില്ല. ബിജു സാറും വരത്തില്ല. ഹലോ ഹെഡ് ആരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ? ഹെഡ് അല്ലേ? ഓക്കെ. ജോക്കി, അതെ ജോക്കി. പിന്നെ DOC കേൾക്കാനാണ്. ഈ ഒരു RP കണ്ടിന്യൂഷൻ ഇല്ല. ഇതോടെ എൻറ്റേർഡ് ആണ്. സർവ സൈഡ് എൻറ്റേർഡ് ആണ് ഈ RP. ഓക്കെ, സർവ സൈഡ് എൻറ്റേർഡ് ആണോ? അപ്പൊ ഇത് ഇതിന്റെ റീസൺ ഒന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട്. അത് ബിക്കോസ് അവിടെ നിങ്ങളുടെ അവിടെ പുറത്ത് സിറ്റുവേഷൻസും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് പുറത്ത് വന്ന് സംസാരിച്ച ബേസ് അവിടെ ഫയറിങ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ. പറഞ്ഞോ. സിമ്പിൾ ആയിട്ട് ഒരു കാര്യം പറയട്ടെ. എടാ ഒരു മിനിറ്റ്, റേഡിയോ സൈലന്റ് ആയ ഒരു മിനിറ്റ്. ഞാനൊരു കാര്യം പറയട്ടെ. ഇവൻ എടാ ഞാൻ കുറച്ചു നേരം ഞാനൊരു കാര്യം ഇതിനകത്ത് ഇവനൊരു മെമ്പറാണ്. ചന്ദ്രൻ. ഇവന് പിള്ളേരുണ്ട്. ഇവന് ഒരു ഗാങ്സ്റ്റർ സ്ഥാനത്തിൽ കളിക്കുന്നത്. ഇത് ഔട്ട്സൈഡ് RP ഞാൻ പറയും. ഗാങ്സ്റ്റർ റോൾ കളിക്കുന്ന ഒരുത്തൻ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഗാങ്സ്റ്റർ റോൾ കളിക്കുന്ന ഒരുത്തൻ. ഈ ഒരു ഗാങ്സ്റ്ററിന് ഒരിക്കലും പോലീസ് സ്റ്റേഷനിൽ കിടക്കാൻ താല്പര്യം കാണുമോ? അപ്പം പോലീസ് സ്റ്റേഷനിൽ എങ്ങനെയൊക്കെ കിടക്കാതിരിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടോ അതെല്ലാം അവൻ നോക്കും. അവനെ അടിച്ചിട്ടിട്ട് നേരെ പീഡി കൊണ്ടുപോയിട്ട് പൂട്ടിയിടുക എന്നുള്ളത് ഇവരുടെ ഉത്തരവാദിത്തമാണ്. ഇവരെന്താ ചെയ്യാത്തെ? പിന്നെ പീഡി കളിക്കുന്ന എന്തിനാ? 10, 30, 40 പേര് പീഡി കളിക്കുന്ന എന്തിനാ? അത് മനസ്സിലായി ജോക്കി. അതാണ് പറയുന്നത്. ഇപ്പൊ കറന്റ് അതൊരു വൾഗാരിറ്റിലേക്ക് പോകുന്നോണ്ടാണ് ഇതിപ്പോ സിറ്റുവേഷൻ എൻഡ് ചെയ്തത്. ഞാൻ സിമ്പിൾ ആയിട്ട് കാര്യം ചെയ്യട്ടെ. ഇയാളിപ്പോ ഈ മജിസ്ട്രേറ്റ് പറഞ്ഞ ആളിപ്പോ കാണിക്കേണ്ട എന്താണ് ഇവിടെ? ഞാൻ ഓസിയാണ് സംസാരിക്കുന്നത്. പുള്ളി ഇപ്പൊ എന്താ കാണിക്കേണ്ട ഇവിടെ? താൻ എന്താണോ കാണിക്കേണ്ട? ഇപ്പം താൻ ഇപ്പൊ ഫിയർ ആർപ്പിയാണ് കാണിക്കണം. മനസ്സിലായോ? എനിക്ക് അഡ്മിൻ നിൽക്കുന്നുണ്ട്. അത് അഡ്മിൻ അടുത്താണ് ഞാൻ പറയണേ. അതാണ് ഞാൻ ചോദിക്കുന്നത്. പുള്ളി ഇപ്പൊ എന്താ കാണിക്കുന്നത്? പുള്ളിക്ക് ബോധ്യമില്ലേ? അതാ പറയുന്നത്. അതായത് ഒറ്റ മിനിറ്റ് പറയുന്ന നിങ്ങൾ ഹോസ്റ്റേജ് എടുത്തു എന്ന് പറയുന്ന ആള് സിറ്റിയിലില്ല. അത് എവർക്ക് അറിഞ്ഞൂടാ? അഡ്മിൻ അത് എവർക്ക് അറിഞ്ഞൂടാ? അത് എവർക്ക് അറിഞ്ഞൂടാ? ഇതില് കൺഫർമേഷൻ ഇല്ല. കൺഫർമേഷൻ എന്ത്? ഞാൻ ഉണ്ടെന്ന് പറയുമ്പോ കൺഫർമേഷൻ ഇല്ലല്ലോ. ഞാൻ കാര്യം പറയട്ടെ. ഫസ്റ്റ് ഓഫ് ഓൾ അതിന് വിശ്വസിക്കണം. പിന്നെ അല്ലെങ്കിൽ ആള് ഉണ്ടെന്ന് നിങ്ങൾക്ക് എനിക്ക് പ്രൂവ് തരാൻ പറ്റുമോ? നിങ്ങൾക്ക് പ്രൂഫ് തരാൻ പറ്റുമോ ആള് നിങ്ങളുടെ കയ്യിലുണ്ടെന്ന്? ഞാൻ ചോദിച്ചില്ലേ ആള് നിങ്ങളുടെ കയ്യിൽ ഉള്ളതെന്നുള്ളത് പ്രൂഫ് തരാൻ ചോദിച്ചില്ലേ? അതിപ്പോ ആൾ സിറ്റി ഇല്ലാത്തവൻ ഇറങ്ങിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? അതിന് ഞാനാണ് ഇറക്കി വിട്ട ആളെ. അല്ല ഇവിടെ അപ്പൊ ആർക്ക് ഇവിടെ ഒരു
തുറ 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 തുറ. നിങ്ങളെ വിളിക്കുന്നു. അല്ല കഴിഞ്ഞില്ല ഇതില്ല സിറ്റുവേഷൻ കഴിഞ്ഞില്ലേ സാർ? അല്ല സാർ സാർ ഇല്ലല്ലേ ഞാൻ ഇനി ഉണ്ടാക്കല്ലേ വിളിക്കുന്നു ഗോഡ വിളിക്കുന്നു നമ്മളല്ല. ചന്ദ്രൻ കറന്റ് ഇവിടെ ഗോഡ് എവിടെ? സ്റ്റേഷനിലോട്ടെ അല്ല ഞാൻ കാര്യം ചോദിക്കട്ടെ, ഞാൻ ചോദിച്ചത് സിറ്റുവേഷനിലുള്ള ആള് എഫ്ഐ അടിച്ച് പോയതിന് ഞാൻ എന്ത് ചെയ്യാനാ? ചന്ദ്ര അതാണ് ചോദിക്കുന്നത്. ഇപ്പൊ കറന്റ് നടക്കുന്ന എന്താണ് ഇവിടെ കണ്ടിന്യൂ കണ്ടിന്യൂ നടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരത് സാർ എന്തിനാ ഇറങ്ങി പോയത്? പുള്ളിയുടെ മിസ്റ്റേക്ക് അത്. അതല്ല ചോദിക്കുന്നേ. ഇന്നലെ അല്ലേ നിങ്ങളുടെ സിറ്റുവേഷൻ കഴിഞ്ഞത്? മിനിഞ്ഞാന്ന് നിങ്ങൾ ഓൾറെഡി അത് സെർവർ സൈഡ് എന്റേതല്ല ആരും എന്റേതല്ല അല്ല അത് എന്റേതല്ല. ആ സിറ്റുവേഷന്റെ ബാക്കി ഇന്നലെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിട്ട് ഭരത് സാർ വന്നിട്ട് BM-ന്റെ ഓഫീസ് ഒന്ന് പൂട്ടിച്ച് ബാക്കി ആരെല്ലാം ചെയ്ത്. ആൻഡ് ഞാനത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിട്ട് അണ്ണുവിനെയും കൊണ്ട് ഇവിടെ, അതായത് അണ്ണു ഹാജരുന്ന ആള് എന്നെ ഇവിടെ കൊണ്ടുവരാന്നുള്ളത്. ഞാൻ വന്നു, സിറ്റിയിൽ PD കുറച്ച് പേരുണ്ടായിരുന്നു, വന്നു. ഞാൻ എന്റെ ബാക്കപ്പ് അവിടെ ഫ്രണ്ടിൽ നിർത്തി. ഞാൻ പറഞ്ഞു എനിക്ക് പോണം, ബാക്കി നിങ്ങൾ കണ്ടുപിടിക്കുക എന്താ വെച്ചാൽ. അത് ആർപ്പിക്ക് അവർക്ക് ഞാൻ ഇട്ട് കൊടുത്ത ഞാൻ ഉണ്ടാക്കിയ ഇതാ അത്. അതായത് ഇത് കഴിഞ്ഞ് ഞാൻ പുറത്ത് പോകുമ്പോഴത്തേക്ക് അവർ RP കണ്ടിന്യൂ ചെയ്യാൻ അതേ ഒരു വഴിയുള്ളൂ അവർക്ക്. അതായത് ഞാൻ ഇവിടുന്ന് പുറത്ത് പോയി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ കണ്ടുപിടിക്കുക എന്നുള്ളത് അവർ RP അത്. അതിനിടയ്ക്ക് ഞാൻ എന്റെ ഗ്യാങ്ങിന് ഇന്റർഫിയർ ചെയ്യിപ്പിക്കത്തില്ല. ഞാൻ എങ്ങനെ ഈ RP കളിച്ചത് അതുപോലെ സിറ്റിസനെ വെച്ചിട്ട് ഞാൻ ചെയ്യാന്നാണ് ഞാൻ വിചാരിച്ചത്. എവരാ ഇതിനെ വൾഗറാക്കുന്നത്? ഇവർക്കിപ്പം ചെയ്യാൻ പറ്റുന്ന ഞാൻ വിചാരിച്ചു നോക്കട്ടെ, ഈ മജിസ്ട്രേറ്റിനും ഈ ബാക്കിയുള്ളവർക്കൊന്നും ജീവനിൽ പേടിയില്ലേ? ഡ്യൂട്ടിയെക്കാട്ടിലും വലുതാണോ ഇവർക്ക്? എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഇവര് മരിക്കും അറിഞ്ഞിട്ട് ഇവരെന്തിനാ ഇത് ഇത്രയും ചെയ്യുന്നേ? ഇവരെക്കാട്ടിലും 10 ഇരട്ടി ആൾക്കാർ ബാക്കിൽ. ഞാനൊരു കാര്യം പറയട്ടെ, ഞാനിപ്പോ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്കാരൻ ഫിയർ കാണിച്ചിട്ട് ചന്ദ്രനെ വെളിയിലെങ്കിലും കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ PD വരട്ടെ, അവിടെ PD വന്നിട്ട് അടിക്കോ പിടിക്കോ എന്താണെന്ന് വെച്ചാൽ കാണിക്കട്ടെ. പുള്ളിക്കാരൻ ഫിയർ കാണിച്ചിട്ട് ചന്ദ്രനെ വെളി ഡോർ തുറന്ന് ഇറക്കി വിടുക, അത്രേ ഉള്ളൂ പുള്ളിക്കാരൻ ചെയ്യേണ്ടത്. ആ ഡോർ തുറന്ന് ഇറങ്ങി കഴിഞ്ഞാൽ പുള്ളിയുടെ റോള് തീർന്നു അവിടെ. അതാണ് അവിടെ ചെയ്യേണ്ടത്. അത് ചെയ്യാതെ ഇതിനകത്ത് തന്നെ ഭരത്ത് വരട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ബാക്കി പുള്ളിക്കാരൻ ഈ DOJ-യുടെ പുള്ളിക്കാരൻ അത് ചെയ്ത് അത് വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി പേടിയാണ്. പുള്ളിക്കാരൻ പിന്നെ റോളും ഇല്ല. മനസ്സിലായി. ഞാൻ ബിജുനോട് സംസാരിക്കട്ടെ. ബിജു, ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്തില്ലാണ്. ഫെഡപ്പായി ശരിക്കും പറയാം. ഇല്ല ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്യുന്നില്ല. കിട്ടിയോ? പിന്നെ വണ്ടി കയറിയാ വണ്ടി കയറാം. ഒരാൾ ഇറങ്ങി വേറെ നിങ്ങൾ രണ്ടു വേറെ വണ്ടി പറഞ്ഞേ. ഞാൻ പറയാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യണേ. വണ്ടി ഇട്. അടിയായേ ഇന്നവര് കുണ്ണ ചെയ്ത അങ്ങനെ അടിക്കല. ഹലോ ഇല്ല അണ്ണു വേണ്ട ഗ്യാങ്ങിനെ ബാധിക്കും. നിങ്ങൾ ഇന്റർഫിയർ വേണ്ട. ഇവിടെ നമ്മളാരെയാ കൊന്നേ? സംസാരിച്ചോണ്ടിരിക്കായിരുന്നു. അപ്പത്തേക്കും പുള്ളി ആ വണ്ടി എടുത്തോണ്ട് പോയി. വരണ്ട, നിങ്ങൾ വരണ്ട. ഇത് വേണ്ട ഗ്യാങ്ങിനെ അഫക്ട് ചെയ്യും. വേണ്ട വരണ്ടേ? വേണ്ട ഇല്ല എന്നെ അടിച്ചില്ല. ഇവിടെ ഇവന്മാരൊക്കെ അടിച്ചു വെറുതെ. ഞാൻ ജസ്റ്റ് ഒന്ന് അവിടുത്തെ മറ്റേ അവയില്ലേ, അവന്റെ പേരെന്തിനായിരുന്നു? മജിസ്ട്രേറ്റാ. അവനെ കൊന്നു.
ഹലോ അളിയ എവിടെ അളിയാ? അളിയ ഇവിടെ അളിയ 7270 അളിയ. 7270 അല്ലേ? ഗ്യാങ് ഹൗസിൽ 2-3 കണ്ണു എടുത്തുണ്ടോ? അതിന് ഗാങ് ഹൗസിൽ റോളില്ലല്ലോ. ഗ്യാങ് ഹൗസില് റോളില്ലല്ലോ. റോളില്ലേ? എടാ നിങ്ങൾ വരണ്ട, ഞാൻ പറഞ്ഞ കേക്കണേ. നിങ്ങൾ വരല്ലേ, ഞാൻ പറയണേ. വരണ്ട. ഞാൻ ഇങ്ങനെ ആർപ്പി കളിക്കത്തുള്ളൂ. ഞാൻ മര്യാദക്ക് ആർപ്പി കളിച്ചപ്പോഴത്തേക്ക് നിനക്ക് കഴപ്പാ. വിളിക്കാം. മര്യാദക്ക് ആർപ്പി കളിക്കുമ്പോ കഴിക്കണം. ഹലോ ചന്ദ്ര, സിറ്റുവേഷൻ പ്രോപ്പർ ആയിരുന്നു. ഞാൻ സിറ്റുവേഷൻ അവിടെ നിന്ന് മജിസ്ട്രേറ്റ് ചേർന്നല്ലേ? മജിസ്ട്രേറ്റ് ഇപ്പോഴോ? ഇല്ല, നേരത്തെ അത് എന്റെ ഇതല്ലേ ചന്ദ്ര? അതിനായിട്ട് അവന് ചേരേണ്ട കാര്യം എന്തിനാണ് അവിടെ നിന്ന്? അത് കഴിഞ്ഞിട്ടോ? അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് PD ഓഫീസറിന്റെ കൂടെ അവിടെ നിന്ന് കൊഞ്ഞനം കാണിക്കുന്നുണ്ട്. അവിടെ നിന്ന് ആ പൊട്ടിയ കാറിന്റെ അവിടെ നിന്നിട്ട് കാര്യമായിട്ട് എനിക്ക് ഫയറിംഗ് കണ്ടു കഴിഞ്ഞാൽ ആക്ഷൻ ആയിരിക്കും. രണ്ട് സൈഡ് അതെ. ഓക്കെ, അല്ല PD ഇറങ്ങി വരും ഇപ്പൊ. ആക്ഷൻ ആയിരിക്കും. രണ്ട് സൈഡ് ആക്ഷൻ ആയിരിക്കും. ഇപ്പൊ ഇവിടെ സിറ്റുവേഷൻ ഇല്ല, നിങ്ങളുടെ സിറ്റുവേഷൻ ഇല്ല. ഇത് മജിസ്ട്രേറ്റിന് മനസ്സിലാവൂലേ? പുള്ളിക്കാരെ ഇമ്മോർട്ടലാണോ ബ്രോ? ചന്ദ്ര അതാ പറയുന്നേ, നേരത്തെ സിറ്റുവേഷൻ എൻഡഡ് ആണ്. ഇത് പുതിയ സിറ്റുവേഷനാ. പുള്ളി ചെറഞ്ഞത് പുതിയ സിറ്റുവേഷനാ. പുതിയ സിറ്റുവേഷൻ എന്ന് പറയുന്നത് എന്താണ് സിറ്റുവേഷൻ? അതാ ചോദിക്കുന്നത്. പുള്ളി ചെറഞ്ഞന്നെ അവിടെ നിന്ന് കൊഞ്ഞനം കാണിക്കുന്നത്. അവിടെ നിന്ന് എന്റെ ഇതിന് ശേഷം എന്റെ ഇതിന് ശേഷം ആളെന്തോന്ന് അവിടെ നിന്ന് കൊഞ്ഞനം കാണിച്ചു. അവിടെ നിന്ന് കൊഞ്ചനം കാണിക്കുന്നത് എങ്ങനെയാണ് ബ്രോ? ഇത് അവിടെ നിന്ന് കൈ വെച്ചിട്ട് പറ്റി ഇതൊക്കെ എന്താ കാണിച്ചു? എന്തോ ആംഗ്യമൊക്കെ കാണിച്ചു കൈ വെച്ച്. എന്ത് കാണിച്ചു? ഇങ്ങനെയൊക്കെ ഒരു സെക്കൻഡ്. എങ്ങനെ അഡ്മിന്റെ അടുത്ത് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു അഡ്മിന്റെ അടുത്തൊക്കെ എങ്ങനെ പറയണത്? അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ആക്ഷൻസ് അഡ്മിനെ ഇങ്ങനെ ചന്ദ്ര സെർവർ സൈഡ് എൻഡഡ് ആണ് ഈ സിറ്റുവേഷൻ. അഡ്മിനെ ഇങ്ങനെയൊക്കെ അവിടെ കാണിച്ച് അഡ്മിനെ ഇങ്ങനെ കാണിച്ച് കാര്യമായിട്ട് ഇങ്ങനെ കാണിച്ച് പുള്ളി അതാ പറയുന്ന ചന്ദ്ര. ഇപ്പൊ കറലി സെർവർ സൈഡ് എൻഡഡ് ആണ് ഈ സിറ്റുവേഷൻ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി ഫയർ ചെയ്ത് കഴിഞ്ഞാൽ ആക്ഷൻ ആയിട്ട് ഇല്ല. ഫയർ ഇല്ല. ഞാൻ പുള്ളി 2 പ്രാവശ്യം കൊഞ്ഞന ഇല്ല. അല്ലല്ല അഡ്മിനെ ഞാൻ ഇവിടെ ഞാൻ കൊഞ്ഞനം കാണിച്ചിട്ട് പോ. തിരിച്ച് കൊഞ്ഞനം കാണിച്ചിട്ട് പോ. ഞാൻ വെടിവെക്കില്ല. തിരിച്ച് കൊഞ്ഞനം കാണിച്ചിട്ട് പോവാ. ഞാൻ സിറ്റുവേഷൻ ഡ്രോപ്പ്ഡ് ആണ്. ലീവ് ചെയ്യാ, അല്ലെങ്കിൽ ഞാൻ ആക്ഷൻ ആയിട്ട് പോകും. ലീവ് ചെയ്യാം. ഇല്ല ഞാൻ കേറില്ല. ഇല്ല. നോട്ടിഫിക്കേഷൻ വരും അത്ര തന്നെ. വാസുവിന്റെ അടുത്ത് പറ പുതിയ കോലി ഇടണമൊക്കെ. നിങ്ങളൊന്ന് കേറിയാണ്. അതെ, ഒരു കാര്യം ചെയ്യാളിയാ. അല്ലെ മുക്കോ, ഞാൻ നിക്കാന്ന്. അല്ല എന്താ ഗണ്ണോണോ? ഗണ്ണു എടുത്തിട്ടല്ലേ നോക്കില്ലേ? വണ്ടി കേറും, നമുക്ക് പോവാം. തിരിച്ചടിച്ചിട്ടുണ്ട, ഒരു പ്രശ്നമില്ല. സെവൻ ടു ഫോർ എയ്റ്റ് ഏഴ് 2 4 8 എല്ലാം വീട്ടിലെല്ലാം ഉള്ളതാ இருக்காங்களா? അല്ല, നിങ്ങൾക്ക് റേഡിയോ കൊള്ളുന്നില്ല. അവന്മാര് എല്ലാരും കയറും. ലീവ് ആവേ.